ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. ഇവിടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള രണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മെസ്സേജ് എന്ന്. കുറച്ച് ദിവസം മുന്നേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, എൻ്റെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള മാരേജിന് സമ്മതിക്കുന്നില്ല. ഫാമിലി എന്നോട് പറയുകയാണ്, നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ നിങ്ങൾ വീട് വിട്ട് പൊയ്ക്കോളൂ എന്ന്, നിനക്ക് നിൻ്റെ വഴി നമുക്ക് നമ്മുടെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഇവരുടെ ഭാഗം ചിന്തിക്കുകയാണ്. അതായത് ഇവരുടെ ഫാമിലിയുമായിട്ട് ഇവർ ഇപ്പോൾ ആർഗ്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇവർ ഈ പറയുന്ന പോലെ ഫാമിലി ഒന്നിനും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതാണ്. അതായത് ഫാമിലി മാക്സിമം ഞാൻ ശ്രമിച്ചു നോക്കി, ഫാമിലി ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. ഇനി നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം ലവ് മാരേജ് ആണ്, അറേഞ്ച് മാരേജ് എന്തായാലും നടക്കത്തില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവരുടെ ഫാമിലിയുമായിട്ട് അത്രമാത്രം ആർഗ്യുമെൻ്റ് ചെയ്തു, മാക്സിമം ഇവർ ശ്രമിച്ചു ഫാമിലിയെ പറഞ്ഞ് സമ്മതിപ്പിക്കുവാൻ വേണ്ടി. പക്ഷേ ഇവരുടെ ഫാമിലി സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ടോക്സിക് സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഇവർ ഷെയർ ചെയ്യുന്നതാണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ ഫാമിലി സമ്മതിക്കുന്നില്ല എന്നൊക്കെ. ഇവിടെ എന്തായാലും ഒരാളുടെ ഫാമിലി അറേഞ്ച് മാരേജിന് സമ്മതിച്ചു, ഒരാളുടെ ഫാമിലി സമ്മതിക്കുന്നില്ല. അപ്പോൾ അവിടെ എന്തായാലും പ്രശ്നം ഉണ്ടാകും. അതായത് ഒരു ഫാമിലി പറയും, നമ്മൾ സമ്മതിച്ചല്ലോ, അപ്പോൾ നിങ്ങളുടെ ഫാമിലി എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിക്കുക, അല്ലാതെ അറേഞ്ച് മാരേജ് അല്ല ലവ് മാരേജ് വേണ്ട എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റുള്ള ഫാമിലി പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി. അപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വീണ്ടും വഷളാകും. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ഫാമിലി അറേഞ്ച് മാരേജിന് സമ്മതിച്ചു, ഒരു ഫാമിലി സമ്മതിക്കുന്നില്ല. ഇവിടെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ മാച്ച് ആവാത്തത് കാരണം ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും മരിച്ചത് കാരണം അവിടെ ഫാമിലിയിൽ ഈ ഒരു മാരേജിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഉണ്ടാവത്തില്ല. അത് കാരണം എല്ലാ ഡിസ്കഷനും നിന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ള മെസ്സേജും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങളെക്കുറിച്ചും ഇവരെക്കുറിച്ചും മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു കംപ്ലീഷൻ മാത്രമാണ്. അതായത് അപ്പോൾ അവർ വിചാരിക്കുന്നത്, ഈ എൻ്റെ പേഴ്സണുമായിട്ട് മാത്രമായിരിക്കും ഞാൻ മാരേജ് ചെയ്യുന്നത്, മാരേജ് സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മൾ ജീവിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ഫ്യൂച്ചർ ലൈഫ് ഇവർ കൂടുതലായിട്ട് ഇമാജിൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു സ്പൗസിനെ പോലെയാണ് കാണുന്നത്. കൂടാതെ നിങ്ങളെ ആ ഒരു രീതിയിലാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർ ചില സമയം നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അധികാരം കാണിക്കുന്നത്. നിങ്ങൾ ഇവരുടേത് മാത്രമാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി അവർ ആ രീതിയിലുള്ള ഒരു അധികാരം നിങ്ങളോട് കാണിക്കുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാനേ പാടുള്ളൂ നിങ്ങൾ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടാകാം, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവത്തില്ല. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരാൾക്ക് സ്നേഹമുണ്ട്, പക്ഷെ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഒരു ഡൗട്ടാണ്, ഇത് സ്നേഹമാണോ അതോ വെറും ഫ്രണ്ട്ഷിപ്പാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ആരെയാണോ ഒളിച്ച് നോക്കുന്നത്, അതായത് ഓൺ സൈഡ് ലവ് പോലെ നിങ്ങൾ ആരെയാണോ ആരും അറിയാതെ സ്നേഹിക്കുന്നത്, അവരുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ കോളേജിലോ ആരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം അത്, അവരെ നിങ്ങളുടെ ഓൺലൈനിൽ നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട്, കൂടാതെ നിങ്ങൾ അവരെവിടെ പോയാലും അവരെ നോക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതാണ്, ക്ലാരിറ്റി റിസീവ് ആകുന്നതാണ്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ വളരെ മോശമായിരിക്കാം. ഇവർക്ക് എന്തെങ്കിലും ലോൺ അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം, ഇല്ല എങ്കിൽ എന്തെങ്കിലും പൈസ എവിടെയെങ്കിലും ഇവർ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ആകുന്നു എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതായിട്ട് ഇവിടെ എനർജി പറയുന്നു.
നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ഓഫീസിൽ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് സംശയമുണ്ടായിരിക്കാം. ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഓഫീസിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടായിരിക്കാം. ഇവിടെ സംശയം അനുസരിച്ച് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അത് വലിയ ഒരു വഴക്കായി മാറുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. ഇവിടെ ഒരു ഇൻസെക്യൂരിറ്റി കാരണമാണ് വലിയൊരു വഴക്കുണ്ടാകുന്നത്. ഒന്നുകിൽ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ആലോചിച്ച് ഇൻസെക്യൂരിറ്റി ഫീലാകുന്ന, അല്ല എങ്കിൽ അവർക്കായിരിക്കാം നിങ്ങളെ ആലോചിച്ച് ഇൻസെക്യൂരിറ്റി ഫീലാകുന്നത്. ഇവിടെ എന്തായാലും തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത്, സംശയത്തിൻ്റെ പേരിലെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് മെസ്സേജ് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതായിട്ടും കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ പേഴ്സൺ എന്നെ മാരേജ് ചെയ്യുമോ, ഇവർ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് തരുമോ, മാരേജ് പ്രപ്പോസൽ തരുമോ, എനിക്ക് ക്ലാരിറ്റി തരുമോ എന്നൊക്കെ. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയും നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നതുമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ. നിങ്ങൾക്ക് ഏത് മെസ്സേജാണോ റെസൊണേറ്റ് ആയത് അത് മാത്രം എടുക്കുക. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.